ഹലോ ഫ്രണ്ട്സ്, ഞാൻ തിരികെ വന്നു. കാരണം എനിക്കവിടെ അതിനകത്ത് കയറിയിട്ടൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, അവിടെ അകത്ത് കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അകത്തേക്ക് കയറിയപ്പോൾ ഫോണൊക്കെ നമ്മൾ മാറ്റി വെക്കണം, ഫോണൊക്കെ മാറ്റി വെച്ചു. പക്ഷേ അകത്തെന്താ നടക്കുന്ന, എൻ്റെ അമ്പലം എന്താണ്, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ വായും പൊളിച്ച് നിന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ കാണിക്ക ഇടാൻ വേണ്ടിയിട്ട് പോലും ഞാനൊന്നും എടുത്തില്ല എന്നുള്ളതാണ്. ബാഗെല്ലാം പിന്നെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയത്. കയ്യിലൊരു പൈസ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പൈസ ഒന്നും ഇടാനും പറ്റിയില്ല. എന്തോ ഒരു മായിക വലയത്തിലായതുപോലെ ഞാനിതിലെ കൂടി ഇങ്ങനെ വന്നു. ഞാൻ അവിടെ കയറി. എത്രയോ ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ അന്തം വിട്ടുള്ള നോട്ടം കൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും എന്നെ അന്തം വിട്ട് നോക്കി, ഞാൻ അവരെ നോക്കി വന്നിട്ട് തിരികെ ഇങ്ങ് പോന്നു. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. അകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കിയപ്പം എന്താ പറയണ്ടേ, ഒരു സത്യം പറഞ്ഞ ശരീരത്തിലൊക്കെ ഒരു വിറയൽ പോലെ എന്തോ ഒരു സംഭവം എനിക്ക് ഉണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരു ക്ഷേത്രം. കാരണം ഞങ്ങളിന്ന് പാലക്കാട് പോയപ്പോഴേക്കും ഒരു പ്രതിഷ്ഠയുള്ള ഒരു വീടാണത്. അപ്പോൾ അവിടെ നമ്മൾ പോയതാണ്. അതിനകത്ത് കയറിയപ്പോൾ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇതേപോലെ തന്നെയാണ് അവരുടെ കുറേ പ്രോപ്പർട്ടിയിൽ എന്താ പറയണ്ടേ, കുറേ ചെടികളും കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ എന്താണോ ഇത് ഈ ഈ ബാക്ക് സൈഡിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്ന പോലെ ഇതെല്ലാം അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ കുറേ ഇങ്ങനെ ചെടികളും അതും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ. പക്ഷേ എന്തോ ഒരു വിഷ്ണുമായ എന്ന് പറയുന്നത് പോലെ തന്നെ അത് അന്വർത്ഥമാക്കും പോലെ തന്നെ ആയിപ്പോയി. കാരണം എനിക്കൊന്നും മനസ്സിലായില്ല. ഏതോ ഒരു മായാലോകത്ത് പെട്ട പോലെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം എനിക്ക് കാണിക്കിടാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അതിപ്പോൾ എനിക്ക് അവിടെ നിന്ന് പൈസ എടുത്തിട്ട് എനിക്ക് ഇടാവുന്നതേ ഉള്ളൂ, അതിലെനിക്ക് പ്രശ്നമില്ല. പക്ഷേ അകത്ത് ഇങ്ങനെ ഇരുണ്ടിരിക്കുമായിരുന്നേ. ഭഗവാൻ മീൻസ് ഭഗവതിയാണോ ഭഗവാനാണോ വിഷ്ണുമായ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ദേവീനെ കണ്ടപ്പോൾ അവിടെ ഞാൻ പിക്ചർ നോക്കിയപ്പോൾ എനിക്കൊരു ദേവി ഇരിക്കും പോലെയൊക്കെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും അവിടുത്തെ പ്രതിഷ്ഠ എനിക്ക് നല്ലതായിട്ട് അകത്തേക്കൊന്നും കാണാൻ പറ്റിയില്ല. കാരണം അകത്തെല്ലാം ഇരുണ്ടിരിക്കുവാണ്. അപ്പം ഇരുണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതെന്താണ് അവിടുത്തെ പ്രതിഷ്ഠ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ മാത്രമല്ല, അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു അതിശയകരമായൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നുവരെ എവിടെയും കണ്ടിട്ടില്ല. എല്ലായിടവും നമ്മൾ ഇപ്പം ഞാൻ അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു ഇങ്ങനെ കവടി വാരി വെക്കും പോലെ, ഇങ്ങനെ കവടി ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കവടിയിലിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടുമ്പോഴേക്കും ഒരു സൗണ്ട് കേൾക്കുമല്ലോ, അതേപോലെ ഒരു സൗണ്ട് ഇവിടുന്നോ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിത് എവിടെയാണ് ഇനി പ്രശ്നം വെച്ച് ആരെങ്കിലും നോക്കുന്നതാണോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ അവിടേക്ക് ചെന്ന് അപ്പം നോക്കിയപ്പോൾ അത് ഭഗവാന്റെ നടയുടെ നേരെയാണ്. അവിടെ ഒരു ആളിരിക്കുന്നുണ്ട്. അതവിടെ പൂജ ചെയ്യുന്ന ആളാണെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവരും തന്നെ വളരെ സൈലൻ്റായിട്ട് എന്തൊക്കെയോ വേറെ ഒരു ലോകത്ത് നിൽക്കും പോലെയൊക്കെ എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നലാവാം. ഒരു മായിക പ്രപഞ്ചത്തിൽ എത്തിപ്പെട്ട പോലെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. എൻ്റെ മൈൻഡ് അവിടെ അല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതിശയപ്പെട്ട്, ഇപ്പോൾ സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇത് വട്ടടിച്ചൊക്കെ നടക്കില്ലേ, അതേപോലെയായിരുന്നു ഞാൻ. അപ്പം നോക്കിയപ്പം ഈ പൂജാരിയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. എനിക്കവിടെ ആരോടും ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. എല്ലാവരും ഭയങ്കര സൈലൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് അവിടെ ആരോടും ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. അപ്പോൾ എൻ്റെ വാതിക്കൽ അപ്പോൾ ഈ കവടി വാരി വെക്കുന്ന പോലുള്ള സൗണ്ട് കേട്ടത് അവിടെ അടുത്തൊരു മീൻസ് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ വിഷ്ണുമായയുടെ ഫ്രണ്ടിൽ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. ഒരു പൂജാരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. നല്ല ശരീരമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ ശരീരത്തിൽ അരയ്ക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ മണികൾ പോലെ എന്തോ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഒരുപാട്. എന്നിട്ട് അയാൾ അവിടെ ഇരിക്കുക ചമ്രം പണിഞ്ഞ്. എന്നിട്ട് ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തലയൊന്നും അനങ്ങുന്നില്ല, ഉടൽ മാത്രം ഇങ്ങനെ വിറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉടൽ മാത്രം വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കുലുങ്ങുന്നതിൻ്റെ സൗണ്ടാണ്, മണിനാദമാണ് കേട്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം
ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാലും ഓരോന്ന് ചോദിച്ചും പറഞ്ഞും ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ നേരം വൈകുമോ എന്നുള്ള ഒരു ടെൻഷനുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത അറിയാത്തൊരു സ്ഥലം, പിന്നെ വിഷ്ണുമായ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ ഇങ്ങനെ എന്തൊക്കെയോ മായികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയുള്ള കാര്യങ്ങളല്ലല്ലോ അവിടെ പറയുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ എൻ്റെ ഫേസിലുണ്ടായത്. അപ്പം വിഷ്ണുമായേനെ സേവിച്ചാൽ ഇതൊക്കെ എല്ലാ ഭഗവാന്മാരെയും ഭഗവതിമാരെയും അങ്ങനെ സേവിക്കാൻ പറ്റില്ല, ഭഗവാനെ തന്നെ സേവിക്കണം. അല്ലെങ്കിൽ ഈ വിഷ്ണുമായ പറയുന്ന കുറച്ച് ദൈവങ്ങളുണ്ട്, അവരെ മാത്രമേ പൂജിക്കാൻ പാടൂ, അല്ലെങ്കിൽ അവരെ മാത്രമേ ഇങ്ങനെ എന്താ പറയണ്ട ആരാധിക്കാൻ പാടൂ, അങ്ങനെയൊക്കെ ഉണ്ട്, ആ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടൂ, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കൊരു പേടിയായി. ആക്ച്വലി ഞാൻ എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്തോ ഒരു സംഭവം കൂടി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അവിടെ ചെന്നപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടായത്. എന്തായാലും ശരി, എനിക്ക് അവിടെ പോയിട്ടൊന്ന് ഭഗവാനെ എൻ്റെ കഷ്ടതകൾ മാറ്റിത്തരണേ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ തീർത്തു തരണേ എന്ന് ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. അവിടെ പോയി ഇങ്ങനത്തെ ഒരു നിസ്സംഗമായൊരു ഭാവമായിരുന്നു എനിക്ക്. അവിടെ ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഓരോ ആളുകളുടെയും കയ്യിൽ ഒരുപാട് പൈസ നോട്ടുകളൊക്കെയാണ് ഇരിക്കുന്നത് അവിടെ കാണിക്ക അർപ്പിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലാണ് ഒരു പൈസ പോലും ഇല്ല, ആകെ എൻ്റെ മൊബൈൽ മാത്രമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പൈസയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്കാനർ കാണിക്കാൻ വേണ്ടിയിട്ട് പൊക്കത്തായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ സ്കാൻ ചെയ്യാം. പക്ഷേ അവിടെ അതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പോലും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ പൈസ കാണിക്കിട്ടിട്ട് ഞാൻ പോകും, അല്ലെങ്കിൽ എനിക്കൊരു മനോവിഷമല്ലേ. അപ്പം എന്തായാലും എനിക്ക് ഭഗവാനെ ആണെങ്കിലും അതൊരു ഭഗവതി ആണെങ്കിൽ പോലും എനിക്ക് ആ ശക്തിനെ കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിവേ എന്തായാലും ഇങ്ങനൊരു ക്ഷേത്രത്തിലും കൂടെ വന്നതിന്, അല്ലെങ്കിൽ വരാൻ പറ്റിയതിന് തൃപ്രയാറപ്പനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ആ ഭഗവാന്റെ നാട് അടച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് വിഷ്ണുമായ ക്ഷേത്രത്തിൽ വരാൻ പറ്റിയത്, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ വിഷ്ണുമായ ക്ഷേത്രത്തിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനൊരു അവസരം ഈശ്വരനായിട്ട് എപ്പോഴും വിഷ്ണുമായ ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണുമായ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഞാൻ വിചാരിക്കാറുണ്ട് എൻ്റെ കഷ്ടതകളുടെ സമയത്ത് എന്നാൽ ഒന്ന് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകാം, അവിടെ പോയിട്ട് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഞാൻ ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പല മതങ്ങൾ മീൻസ് ഈശോനെയൊക്കെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ഒരാളും കൂടിയാണ് ഹിന്ദു ദൈവങ്ങളോടൊപ്പം തന്നെ. അപ്പം എനിക്കതൊക്കെ ഒരു പേടിയായി. ചിലപ്പോൾ ഇനി വേറെ ഇങ്ങനെ പ്രാർത്ഥനകളുള്ളത് കൊണ്ട് ഇനി ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരുമോ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പേടി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും ഇന്ന് തൃപ്രയാറപ്പനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഭഗവാന്റെ എന്താ പറയേണ്ട സംരക്ഷകനായിട്ട് അല്ലെങ്കിൽ കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ആ ഒരു വിഷ്ണുമായുടെ ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചതിന് ഒരുപാട് ഈശ്വരനോട് നന്ദി പറയുന്നു.